എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഹിജാബ് വിവാദം പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വലിയ ഒരു വിഷയമായി മുൻപോട്ട് പോവുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് മുസ്ലിം സംഘടനകൾക്കോ വ്യക്തികൾക്കോ മുസ്ലിം അനുകൂലികളായിട്ടുള്ള യൂട്യൂബർമാർക്കോ യാതൊരു താല്പര്യമില്ല എന്ന് ചിന്തിക്കുമാറ് അവർ ശക്തമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ, അതായത് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രതിരോധമാണ് ഈ ഇസ്ലാമിക് സംഘടനകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം കൃത്യമാണ്, ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണിത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കാണുവാനായിട്ടിടയായിത്തീർന്നു. അത് ഒരു ഉസ്താദിൻ്റെ പ്രസംഗമാണ്. ഇതിന് ഒരു മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിളിനെക്കുറിച്ച് യാതൊരുവിധമായ പരിജ്ഞാനവുമില്ലാതെ ബൈബിളിലെ വാക്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വളരെ ബോധപൂർവമായി തെറ്റിദ്ധരിപ്പിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഈ ഉസ്താദ് സ്വീകരിച്ചിരിക്കുന്നത്. ഉസ്താദിനെ സംബന്ധിച്ച് ബൈബിൾ അറിയില്ല. അദ്ദേഹം ബൈബിൾ വായിച്ചിട്ടുണ്ടാവാം, പക്ഷേ ബൈബിളിനെ വ്യക്തമായി അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം ബൈബിൾ മനസ്സിലാക്കാതെയാണ് ഈ വിഷയത്തിൽ ചാടി പുറപ്പെട്ട് സംസാരിക്കുന്നത്. അതുമാത്രമല്ല, എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് വികാരഭരിതരാകുന്ന ഒരു സമൂഹത്തെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഒരു വലിയ വർഗീയ കലാപമാക്കി മാറ്റുവാനും ഈ ഉസ്താദിനെ പോലെയുള്ളവരുടെ പ്രസംഗങ്ങൾ കൊണ്ട് സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. പൊതുവെ മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ പ്രസംഗങ്ങൾ പലപ്പോഴും സാമൂഹിക സ്പർദ്ധയുണ്ടാക്കുന്നതും മനുഷ്യനെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നതും അതുമാത്രമല്ല മുസ്ലിം സമൂഹങ്ങളുടെ ഇടയിൽ വളരെ വികാരം കൊള്ളിക്കുന്നതുമായിട്ടുള്ള പ്രസംഗങ്ങളാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിന് കൃത്യമായ ഒരു മറുപടി ആവശ്യമാണ്. അത് പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ഹിജാബ് വിവാദം. ഹിജാബിനെ കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു? അദ്ദേഹം ചില വാക്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറയുന്നത് പന്നിയിറച്ചി ഭക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ബൈബിൾ പറയുന്നത് എന്ന് ഞാൻ വളരെ വ്യക്തമായി തന്നെ ബൈബിൾ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രസംഗത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും അത് വ്യക്തമായി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ച് ഇതിൻ്റെ കൃത്യമായ മറുപടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരൊന്നും ഇത്തരം ഉസ്താദുക്കളുടെ പ്രസംഗത്തിന് അല്ലെങ്കിൽ അവരുടെ സംസാരത്തിന് മറുപടി പറയാറായിട്ടില്ല. കാരണം പൊതുവെ ഇവർക്ക് ബൈബിൾ സംബന്ധമായി യാതൊരു അറിവുമില്ലാത്തവരാണ് ഈ ഉസ്താദുമാർ. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരോട് മറുപടി പറയേണ്ട ആവശ്യകതയില്ല എന്ന് പല ക്രൈസ്തവ മേലധ്യക്ഷന്മാരും തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ ഏതു വിധേനയും തടയുക, ഇസ്ലാം മത തീവ്രവാദികളിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിന് നേരിടുന്ന വെല്ലുവിളികളെ ഏത് രീതിയിലും തടയിടുക എന്ന ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അത് വളരെ പക്വതപരമായും വളരെ ശാന്തമായും അവരുടെ പ്രസംഗങ്ങൾ കേട്ടതിന് ശേഷം കൃത്യമായ മറുപടി, അവരർഹിക്കുന്ന മറുപടി അവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ അത്യന്താപേക്ഷിതമാണ്. അല്ല എങ്കിൽ കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി മാറുകയും ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളി അതിശക്തമായി തുടരുകയും ചെയ്യും. നൈജീരിയ പോലെ, താലിബാൻ പോലെ, സിറിയ പോലെ, അതുപോലെ ഗാസ പോലെ ഇതുപോലെയുള്ള പ്രദേശങ്ങളായി ഈ നമ്മുടെ കൊച്ചു കേരളം മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് മുസ്ലിം സമൂഹം ക്രൈസ്തവ സമൂഹത്തിന് നേരെ ആഞ്ഞടിക്കുന്ന ഈ അമ്പുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് ഓരോ ക്രൈസ്തവ വ്യക്തിയുടെയും
ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഉസ്താദിൻ്റെ പ്രസംഗം ഓരോ ഭാഗങ്ങളായി നിങ്ങളെ കേൾപ്പിച്ച് ഇതിന് കൃത്യമായി തന്നെ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിവാദം ഉണ്ടാക്കരുതെന്ന് മനഃപൂർവ്വം പറഞ്ഞതല്ല. നാം ഒരു ഒറ്റ വാക്ക് എല്ലാം കൂടി പറയാൻ ഇവിടെ സമയമില്ല. ഒറ്റ വാക്കൊന്നും ഒന്ന് ഓർത്ത് ഒരു സമൂഹമല്ല നമ്മൾ. നമുക്കെന്താ വേറെ പഠിപ്പിക്കാൻ സ്ഥാപനം ഇല്ലായിരുന്നു? ഇവരുടെ ഈ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടേ പഠിപ്പിക്കണം. തട്ടയിടാൻ പാടില്ല എന്ന നിയമമുള്ള ആ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടേ പഠിപ്പിക്കണം. എന്നിട്ട് കുറെ കഴിയുമ്പോൾ എനിക്ക് തട്ടയിടണം. ഉസ്താദിന്റെ ഒന്നാമത്തെ ഭാഗം ഇതാണ്. അദ്ദേഹം പറയുന്നത്, ഈ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി നിങ്ങൾ എന്തിന് നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിച്ചു? ഇതാണ് അദ്ദേഹം ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹം പറയുന്നതിനൊരു കാരണമുണ്ട്. ഈ സ്കൂളിൽ തട്ടമിടാൻ സാധിക്കില്ല, ഹിജാബ് ധരിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അഡ്മിഷൻ്റെ സമയത്തും നിങ്ങൾക്കത് അറിയാമായിരുന്നു. എന്നാൽ അതിനെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളില്ലേ? അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ചോദിക്കുന്നതാണ്, നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളില്ലേ? നമ്മുടെ വിദ്യാലയങ്ങളിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ പോരെ? അദ്ദേഹത്തിൻ്റെ ചോദ്യം ന്യായമാണ്. കാരണം ഒരു മുസ്ലിം കുട്ടി ഒരു മുസ്ലിം സ്കൂളിൽ പഠിക്കണമെന്നാണ് ഉസ്താദ് ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത്, അവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മതപരമായ ആചാര അനുഷ്ഠാന രീതികൾ തുടരാം. അതേസമയം ഒരു ഹിന്ദുവിൻ്റെ സ്കൂളിലോ ഒരു ക്രിസ്ത്യാനിയുടെ സ്കൂളിലോ നമ്മൾ നമ്മുടെ കുട്ടികളെ വിട്ട് പഠിപ്പിച്ചാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള മതസ്വാതന്ത്ര്യം ലഭിക്കില്ല. അതുകൊണ്ട് ഉസ്താദ് ആഹ്വാനം ചെയ്യുന്നത്, നമ്മുടെ മുസ്ലിം കുട്ടികളെ നമ്മുടെ സ്കൂളുകളിൽ മാത്രമേ വിട്ടു പഠിപ്പിക്കാവുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാദഗതി. അപ്പോൾ വേറൊരു കാര്യം കൂടെ, ഒരു ഹിന്ദു ചിന്തിക്കുകയാണ്, എൻ്റെ കുട്ടിയെ ഞാൻ ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കില്ല. ഈ അടുത്ത ദിവസം തന്നെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായി. എന്താണ് വിവാദം? ഒരു കുട്ടിയെ ഇരുട്ടുമുറിയിലിട്ടു. അതൊരു വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ അത് മാധ്യമങ്ങൾ വേണ്ട രീതിയിലുള്ള ചർച്ച ചെയ്തില്ല. അത് അവർ ഒതുക്കിക്കളഞ്ഞു. അപ്പോൾ മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു സ്കൂളിൽ ഒരു ക്രിസ്ത്യൻ കുട്ടി പഠിക്കണ്ട എന്ന് അവരുടെ രക്ഷകർത്താവ് തീരുമാനിക്കുകയും ഒരു മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു സ്കൂളുകളിൽ ഹിന്ദുവിൻ്റെ ഒരു കുട്ടിയെ പഠിപ്പിക്കണ്ട എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്താൽ എത്രമാത്രം മതപരമായ ധ്രുവീകരണം ഉണ്ടാകും എന്ന് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ സാധനങ്ങൾ വാങ്ങിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ ഈ മുസ്ലിങ്ങളുടെ കടകളും കമ്പോളങ്ങളും എല്ലാം മുസ്ലിങ്ങളെ കൊണ്ട് മാത്രമാണോ ജീവിക്കുന്നത്? മുസ്ലിങ്ങൾ മാത്രമാണോ ഈ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്? അല്ല. നമ്മുടെ കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും പരസ്പരം ഒരു സഹകരണം, ഒരു ബഹുമാനത്തോടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉസ്താദ് പറയുന്നത്, നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്കൂളിൽ മാത്രമേ പഠിപ്പിക്കാവുള്ളൂ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മതം അവിടെ പ്രാക്ടീസ് ചെയ്യണം. മറ്റുള്ള സ്കൂളിൽ പോയാൽ നമുക്ക് നമ്മുടെ മതത്തെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വളരെ വെറുപ്പോടും വളരെ വിദ്വേഷത്തോടും വളരെ പരിഹാസത്തോടും കൂടിയാണ് ഈ ഇദ്ദേഹം പ്രസംഗിക്കുന്നത്. ഏതാണ്ട് ഒരു 70-75 വയസ്സ് പ്രായമുള്ള ഈ ഉസ്താദ് പ്രായത്തിൻ്റെ പോലും ഒരു പക്വത കാണിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. മനുഷ്യന് പ്രായമാകുന്നതിൻ്റെ അനുസരിച്ച് മനുഷ്യന് വർഗീയത കുറയണം, പക്വതയുണ്ടാകണം. എന്നാൽ ഈ ഉസ്താദിന് തനിക്ക് ഇത്രയും പ്രായമുണ്ടായിട്ട് പോലും പച്ചയ്ക്ക് വർഗീയത പറയുകയും അതുമാത്രമല്ല ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ അതിശക്തമായി അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധന്മാരാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധന്മാരായ ആളുകൾ അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം കന്യാസ്ത്രീമാരെ കളിയാക്കുന്നുണ്ട്. കന്യാസ്ത്രീമാർ ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നു, അവർ ദൈവത്തിൻ്റെ മണവാട്ടികളാണ്.
ഉസ്താദ് പറയുന്ന അവർ ദൈവത്തിൻ്റെ മണവാട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ്. പൊതുവെ ഈ ഉസ്താദുമാരുടെ ഒരു വലിയ പ്രത്യേകത ഞാൻ കണ്ടത്, ഇവർ വലിയ പരിഹാസികളാണ്. മറ്റുള്ള മതങ്ങളെ പരിഹസിക്കുവാൻ ഇവർ എന്നും മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആ രൂപവും ഭാവവും, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചേർത്തേനെ, ഇദ്ദേഹത്തിൻ്റെ ആ രൂപവും ഭാവവും ഇദ്ദേഹത്തിൻ്റെ പരിഹാസ രൂപേണയുള്ള സംസാരവും, അവർ ദൈവത്തിൻ്റെ മണവാട്ടികളാണ്, കളിയാക്കിയാണ്, പച്ചയ്ക്ക് കളിയാക്കിയാണ്. പരസ്യമായി അദ്ദേഹത്തിന് ഇത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ബാക്കി കാര്യം പറയാത്തത്. അപ്പോൾ പരസ്യമായി തന്നെ കന്യാസ്ത്രീമാർ ദൈവത്തിൻ്റെ മണവാട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുന്ന ഒരു സമീപനമാണ് ഈ ഇത്രയും പ്രായമുള്ള ഈ ഉസ്താദ് ചെയ്യുന്നത്. അതവർ പറയുന്നത് ആരോടാണോ? അവരുടെ സമൂഹത്തോടാണ്. പെട്ടെന്ന് വികാരം കൊള്ളുകയും പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് കന്യാസ്ത്രീമാർക്കെതിരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുകയാണ് ഈ ഉസ്താദ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കുറഞ്ഞ ആളുകളെ പരിശുദ്ധരായിട്ടുള്ളൂ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഞങ്ങളുടെ മുസ്ലിം പെണ്ണ് മുഴുവനും പരിശുദ്ധരാ. എന്താ ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുത്ത വാക്ക്, നിങ്ങളെല്ലാവരും പരിശുദ്ധരല്ല. കന്യാസ്ത്രീമാരോടാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും പരിശുദ്ധരല്ല, പക്ഷെ ഞങ്ങളുടെ മുസ്ലിം സ്ത്രീകൾ മുഴുവൻ പരിശുദ്ധരാണ്. ഇതെന്തടിസ്ഥാനത്തിലാണ് ഈ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത്? ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ സ്ത്രീകൾ, അതായത് ഞങ്ങളുടെ മുസ്ലിം സ്ത്രീകൾ എല്ലാം പരിശുദ്ധരാണ്. ഒന്നുകൂടെ കേൾക്കാം. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധന്മാരായ ആളുകൾ നിങ്ങളൊക്കെ മറച്ചു കിടക്കാം. നിങ്ങൾ കുറഞ്ഞ ആളുകളെ പരിശുദ്ധരായിട്ടുള്ളൂ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഞങ്ങളുടെ മുസ്ലിം പെണ്ണ് മുഴുവനും പരിശുദ്ധരാ. എന്താ കേട്ടോ? രണ്ടാമത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഈ ഉസ്താദ് എത്രമാത്രം വർഗീയവാദിയും വൃത്തികെട്ടവനുമാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ആളുകളെല്ലാം പരിശുദ്ധരല്ല. അത് ആരോടാ പറയുന്നത്? കന്യാസ്ത്രീമാരെ കുറിച്ചാണ് പറയുന്നത്. എന്താ കാരണം? അത് ചില വിവാദങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് കന്യാസ്ത്രീമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഉസ്താദിൻ്റെ കാഴ്ചപ്പാടിൽ കന്യാസ്ത്രീമാർ നല്ലൊരു ശതമാനം ശരിയല്ല. എന്നാൽ ഈ കന്യാസ്ത്രീമാരാണ് ഇവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതെന്ന് ഓർക്കണം. ഏതാണ്ട് 160 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കത്തോലിക്ക സഭ ആരംഭിച്ച വിദ്യാഭ്യാസ മേഖലകൾ, അതുമാത്രമല്ല പള്ളിയോട് ചേർന്ന് പള്ളിക്കടം ഉണ്ടാക്കി മുസ്ലിം കുട്ടികളെയും ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ കുട്ടികളെയും അവരുടെ വീടുകളിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് അവരെ പഠിപ്പിച്ച് അവരെ സമൂഹത്തിൽ മാന്യതയുള്ളവരാക്കി, വിദ്യാഭ്യാസമുള്ളവരാക്കി, അറിവുള്ളവരാക്കി, പ്രതികരണശേഷിയുള്ളവരാക്കി, ഭാഷാപരിജ്ഞാനം കൊടുത്തു. അങ്ങനെ മതത്തിൻ്റെ അന്ധതയിൽ നിന്ന് പലപ്പോഴും അവരെ രക്ഷിച്ച് സമൂഹത്തിന് നേർക്കാഴ്ച കൊടുത്ത ഈ കന്യാസ്ത്രീമാർക്കെതിരെ ഈ ഉസ്താദ് പറയുന്നതാണ്, നിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും ശരിയല്ല, ഞങ്ങളുടെ മുസ്ലിം സ്ത്രീകൾ മാത്രമേ ശരിയുള്ളൂ. എനിക്കിതിന് കൃത്യമായ മറുപടിയുണ്ട്. പക്ഷേ ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൊതുവെ ഒരു ക്രൈസ്തവ സമൂഹം ഒരിക്കലും ഇത്തരം രീതിയിലുള്ള സംസാരം ഉണ്ടാവില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംസാര ഭാഷ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിഷപ്പിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഒരു ആർച്ച് ബിഷപ്പിൻ്റെ അടുത്തുനിന്നോ ഒരു വൈദികൻ്റെ അടുത്തുനിന്നോ കേട്ടോ. കന്യാസ്ത്രീമാരായി നിങ്ങളിൽ നല്ലൊരു ശതമാനം ശരിയല്ല, ഞങ്ങളുടെ മുസ്ലിം സ്ത്രീകളാണ് 100% പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ഇദ്ദേഹം അതേസമയം ഞങ്ങൾ ക്രൈസ്തവരുടെ സ്ത്രീകളെല്ലാം നല്ലവരും നിങ്ങളുടെ സ്ത്രീകൾ മോശക്കാരുമാണ് എന്ന് ഒരു വൈദികനോ ഒരു ബിഷപ്പോ ഒരു ആർച്ച് ബിഷപ്പോ പറയില്ല. കാരണം അവർക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വെളിവുണ്ട്, വർഗീയതയില്ല. ഈ വർഗീയത പരത്തുന്ന ഇത്രയും പ്രായമുള്ള ഈ മനുഷ്യൻ തലയും താടിരോമങ്ങളെല്ലാം നരച്ച് ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. ഞങ്ങളുടെ സ്ത്രീകളെല്ലാം 100% പരിശുദ്ധകളാണ്, നിങ്ങളുടെ സ്ത്രീകൾ അല്ലെങ്കിൽ കന്യാസ്ത്രീമാർ ശരിയല്ല. അപ്പം ഇതൊക്കെ നമ്മൾ കാണണമെങ്കിൽ താലിബാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ഒക്കെ പോകണം. മുസ്ലിം സ്ത്രീകളെ അവിടെ അടിമകളായി ചങ്ങലക്കിട്ട് ബന്ധിച്ച് തല മുഴുവൻ മൂടി അവരുടെ കഴുത്തേൽ ചങ്ങലയിട്ട് അവരെ വലിച്ച് റോട്ടിൽ കൊണ്ടു നിർത്തി വിൽക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇത് ഈ ഉസ്താദിൻ്റെ കണ്ണിൽ പെട്ടില്ല. ഏതെങ്കിലും ഒരു ക്രൈസ്തവ രാജ്യത്ത് ഒരു മുസ്ലിമിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമില്ല. അതേസമയം ഇവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇത് നമ്മൾ സമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു. കാരണം
ഇത്രയും മോശമായ രീതിയിൽ ഈ ഉസ്താദുക്കൾ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഇതിനെതിരെ ശബ്ദിക്കണ്ടേ? ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇസ്ലാമിക് മത തീവ്രവാദികൾ കേരളത്തെ കീഴടക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നേരെയുള്ള വെല്ലുവിളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത്. കണ്ട് ഉസ്താദ് പറയുന്ന വാക്കുകളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കേട്ടിരിക്കുന്ന കൊച്ചു കുട്ടികളായിട്ടുള്ള മുസ്ലിം കുട്ടികളും ചെറുപ്പക്കാരുമായിട്ടുള്ള ആളുകളുടെ മനസ്സിലേക്ക് കന്യാസ്ത്രീമാർ മോശക്കാരാണ്, അവർ ശരിയല്ല എന്ന ഒരു ധ്വനിയാണ് ഈ മുസ്ലിം മതപണ്ഡിതൻ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരാ ഒരു കണ്ണുകൊണ്ടാണ് പിന്നീട് ഇവരെ കാണുന്നത്. അതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ഹിജാബ് വിവാദം എന്ന് പറയുന്ന ഒരു ഹിജാബിൻ്റെ പേരിലുള്ളതല്ല, ഇത് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന ശക്തമായ ഒരു വെല്ലുവിളിയാണ് ഇത്. കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണിത്. നമ്മൾ തിരിച്ചറിയണം ഇതിനെക്കുറിച്ച്. അത് ആർക്കോ വേണ്ടി തിളക്കുന്ന പായസം പോലെ ആ സ്ത്രീയുടെ മുഖഭാഷയും അവരുടെ അംഗ വിക്ഷോഭമൊക്കെ കാണുമ്പോൾ അറിയാം ഇതാർക്കോ വേണ്ടി പറയുന്നതാണ്. ഉസ്താദിന് തീരാത്ത പകയാണ് സെന്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പാളിനോട്. അദ്ദേഹം പറയാൻ വന്നത് ആ തള്ള എന്നാണ് പറയാൻ വന്നത്. ഒന്ന് ആലോചിക്കുക, ഇവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയുന്ന അവരുടെ അംഗവിക്ഷേപം, ഇദ്ദേഹം പറയാൻ വന്നത് വേറെ പലതുമാണ്. കാരണം ഈ ഉസ്താദിൻ്റെ വായിൽ നിന്ന് അദ്ദേഹം പറയാൻ വന്ന വേറെ വാക്കുകളാണ്. അവരുടെ ശരീരവർണ്ണനയെക്കുറിച്ചാണ് ഇദ്ദേഹം പറയാൻ വന്നത്. അവരുടെ രൂപഭംഗി, അവരുടെ കളറ്, ഇതെല്ലാം എടുത്താണ് ഈ ഉസ്താദ് പറയാൻ വന്നത്. പുള്ളി അത് വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞ തള്ള എന്നാ പറഞ്ഞേ. എന്താണ് തള്ള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിഴുങ്ങിക്കളഞ്ഞു. അപ്പം എത്രമാത്രം പകയാണ് ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ പാലിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഇന്നലെ ഉണ്ടാക്കിയ ഡിസിപ്ലിൻ അല്ല. അത് അവരുടെ ഡയറിയിലും അവരുടെ പ്രോസ്പെക്ടസിലും വളരെ കൃത്യമായി രേഖപ്പെടുത്തി അഡ്മിഷൻ്റെ സമയത്ത് മറ്റ് മതപരമായ ഒരു രീതികളും ഇവിടെ പറ്റുകയില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്ത് എവിടെയാണ് തെറ്റ്? ഒരു സ്കൂള്, ഈ ഉസ്താദൊക്കെ ഒരു സ്കൂള് എന്ന് പറയുന്നത് അത് നടത്തുന്ന ഒരു മാനേജ്മെൻറ്റാണ്. അതൊരു പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂൾ നോക്കി നടത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരി എന്നുള്ളതാണ്. സ്കൂളിന് എഴുതപ്പെട്ടതായിട്ടുള്ള ഒരു നിയമം, ആ നിയമത്തെ പാലിക്കുക അല്ലെങ്കിൽ ആ നിയമത്തെ ലംഘിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഒരു പ്രിൻസിപ്പാളിൻ്റെ ഉത്തരവാദിത്തം. അത് ടീച്ചേഴ്സിനെ ഗൈഡ് ചെയ്യുക, അവരെ കൊണ്ട് നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അവരെ ഉത്സാഹിപ്പിക്കുക, മേൽനോട്ടം നടത്തുക എന്നുള്ളതാണ്. ഇവിടെ ഇവരുടെ അഭിപ്രായം അനുസരിച്ച് ഒരു പ്രിൻസിപ്പാൾ സ്വന്തമായി ഒരു ബൈലോ ഉണ്ടാക്കി, ഒരു തീരുമാനമുണ്ടാക്കി, അത് ഇവരുടെ കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് നിർബന്ധിച്ച് അത് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഒരു സമീപനമാണ് ഇവർ പറയുന്നത്. അത് തെറ്റാണ്. ഈ ഉസ്താദിന് വിവരമില്ലെങ്കിലും നാട്ടുകാർക്ക് വിവരമുണ്ട്. എന്താ കാരണം? അതവരുടെ പ്രോസ്പെക്ടസിൽ എഴുതി ചേർത്ത ഒരു നിയമമാണ്, അവരുടെ ഡയറിയിൽ എഴുതി ചേർത്ത ഒരു നിയമമാണ്. ഇന്നലെ വരെ ഇല്ലാത്ത ഒരു നിയമം ഇന്ന് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ വലിയ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഇതുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അവരെ തള്ള എന്നാണ് സംബോധന ചെയ്യുന്നത്. അദ്ദേഹം വിഴുങ്ങിക്കളഞ്ഞു. അവരുടെ അംഗവർണ്ണന പോലും വിവരിക്കാൻ എത്ര നാണം കെട്ട രീതിയിലാണ് ഈ ഉസ്താദ്. അപ്പോൾ ഈ ഉസ്താദ് ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരുടെ ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് നോക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം സെന്റ് റീത്ത സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ അംഗവർണ്ണന വിവരിക്കുകയാണ് ഈ ഉസ്താദ് ഇവിടെ നിന്നുകൊണ്ട്. അപ്പോൾ ഇത്രയും പ്രായമായ തലയും താടിരോമങ്ങളും നരച്ച് പടുവൃദ്ധനായ ഈ വയസ്സൻ ഉസ്താദ് ഒരു സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അംഗവർണ്ണന വിവരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എത്ര നിന്ദ്യമാണ് ഇവരുടെ സംസാരവും ഇവരുടെ പ്രസംഗവും എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മുമ്പോട്ട് പോകാം. അതെ അതെ ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. അവരുടെ മതത്തിൽ തന്നെ പറയണം എന്താ
എന്താണെന്നറിയോ? 2 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു. അവരുടെ മതത്തിൽ തന്നെ പറയുന്നത്, നമ്മളിത് അതാ ഞാൻ മക്കളോട് ആദ്യം പറഞ്ഞത്, പണ്ട് ഖുർആനായതും അധികം മതിയായിരുന്നു കൗമിനോട് സംസാരിക്കാൻ. ഇപ്പൊ അത് മാത്രം പോരാ. ഇപ്പൊ പലതും വേണം. ബൈബിളിന്റെ കൊരിന്തോസ് അധ്യായം 11-ാമത്തെ വാക്യം 5-6 എന്താ പറയണെന്ന് അറിയാവോ? ബൈബിൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നില്ലാന്നേ ഉള്ളൂ. കാരണം ഒതു കൊടുക്കാൻ സമയം കിട്ടിയില്ല. ബൈബിൾ ഒതു കൊടുത്തിട്ട് വേണോ തൊടാൻ? ചർച്ച വേറെയാണ്. കോട്ടയം 11-12 അധ്യായത്തിലെ നീ അധ്യായം വായിക്കണോ? ഒരു സെക്കൻഡ്. ഇതിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ പിള്ളേര് കുന്തി കയറ്റിയിട്ടിട്ട് അധ്യായം തന്നെ വായിച്ചു തരാം. എന്താണ് പറയുന്നത് കേട്ടോ. സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ, സ്ത്രീ ബൈബിളാണ്, ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അഥവാ തട്ടയിടുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ. കരിങ്കല്ലിനെ പിളർത്തുന്ന പ്രഖ്യാപന. മുടി എന്താക്കണം? മുറിച്ചു കളയണം. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഉസ്താദ് പറഞ്ഞത്. കാരണം അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഖുറാനും ഹദീസും പോരാ, ഇപ്പോൾ ബൈബിളും കൂടെ വേണം ഓരോ കാര്യങ്ങൾ സ്ഥാപിക്കും. ഉസ്താദെ, ഞങ്ങൾക്ക് ഖുറാനോ ഹദീസോ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് അതിനോട് താല്പര്യവുമില്ല. ഞങ്ങൾ ഈ ഖുറാനോ ഹദീസോ പഠിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. അപ്പോൾ ഉസ്താദിൻ്റെ ഈ ബൈബിൾ പരിജ്ഞാനമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഉസ്താദ് ബൈബിൾ വായിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണിത്. കാരണം താങ്കൾക്ക് ഈ ബൈബിൾ അറിയില്ല. അറിയാത്ത കാര്യത്തെ എടുക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പം മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ഒരു പ്രഖ്യാപനമാണ് ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ എന്താണ് ബൈബിൾ പറയുന്നത്? അത് ഓരോ മുസ്ലിങ്ങളും മനസ്സിലാക്കുക. ഈ ഉസ്താദ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ബൈബിൾ പരിജ്ഞാനമില്ല. അതാണ് അതിൻ്റെ അകത്തെ കാരണം. അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ആവേശത്തിൽ ഇതങ്ങ് പറയാം. ഇനി അതുമാത്രമല്ല, ഈ ബൈബിളിലെ ഒരു വാക്യം എടുത്തു പറയാൻ ഇദ്ദേഹത്തിന് അടിസ്ഥാനപരമായി യാതൊരു വിധമായ യോഗ്യതയില്ല. കാരണം ഒരു മുസ്ലിമും, അതായത് ഞാൻ മനസ്സിലാക്കിയ മുസ്ലിങ്ങളിൽ പലരും, ഈ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു പുസ്തകങ്ങളെയും ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു പുസ്തകങ്ങളെയും ഇവർ അംഗീകരിക്കാത്ത സ്ഥിതിക്ക് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ഒരെണ്ണം എടുത്ത് ബൈബിളിലും എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. കാരണം ബൈബിൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ബൈബിൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ബൈബിൾ നിങ്ങൾ അതിലെ ഉപദേശങ്ങൾ സത്യമാണ് എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വാക്യമെടുക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 2 വാക്യങ്ങൾ ശരിയാണ്, ബാക്കി മറ്റൊന്നും ശരിയല്ല എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പിൻ്റെ സമീപനമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ബൈബിളിൽ ഒരു വാക്യം കണ്ടിട്ടുണ്ട്, അത് എടുക്കാം. എന്നാൽ ഉസ്താദ് പറഞ്ഞത് തെറ്റാണ്. ഞാനത് കൃത്യമായിട്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. നമ്മളൊരു വാക്യം എടുക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ മുൻപിലുള്ള വാക്യങ്ങളും പിൻപിലുള്ള വാക്യങ്ങളും വായിച്ചെങ്കിൽ മാത്രമേ അത് ആർക്കെഴുതി, എന്തിനെഴുതി, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്കത് ആദ്യം മുതൽ വായിച്ചാൽ ഈ ഉസ്താദ്, അതായത് ഈ സമൂഹത്തെ, ഈ മുസ്ലിം സമൂഹത്തെ ഇദ്ദേഹം ഒരു പമ്പര വിഡ്ഢിയാക്കിക്കൊണ്ട് അവരെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. വായിക്കാം. 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു. പുരുഷൻ്റെ തല ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ തല, ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്തതാണ് വാക്യം 4.
ഇവിടെയാണ് ഉസ്താദ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതു പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു. എന്താണ്? മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബിഷപ്പുമാർ തൊപ്പി വെച്ചിട്ടുണ്ടല്ലോ, പള്ളിയിലച്ചന്മാർ തൊപ്പി വെച്ചിട്ടുണ്ടല്ലോ. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇവിടെ പറയുകയാണ്, ഒരു പുരുഷൻ തലയിൽ ഒരു തുണി ഇട്ടാൽ, തുണി ഇട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് തൻ്റെ തലയെ അപമാനിക്കുന്നു. എന്നാൽ മൂടുപടം ഇല്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. ഇതാണ് ആ വാക്യം. ഉസ്താദെ ശ്രദ്ധിച്ച് കേൾക്കണം. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു എന്നാണ്. അതായത് സ്ത്രീ തലയിൽ മൂടുപടം ഇടണം. അതാണ് വേദവസം. എപ്പോഴാണ്? പ്രാർത്ഥിക്കുമ്പോൾ. അങ്ങനെ തന്നെയാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തലയെ അപമാനിക്കുന്നു. ഇവിടെ ഉസ്താദ് ചെയ്ത ഒരു മണ്ടത്തരമുണ്ട്. എന്താണെന്നറിയാം? അതിൻ്റെ ആ വാക്യം ഉസ്താദ് വായിച്ചില്ല. ഉസ്താദിൻ്റെ തലയിൽ ഒരു തലയെക്കെട്ടുണ്ട്, അതൊരു തുണിയാണ്. അപ്പോൾ താഴെയുള്ള വാക്യം ശരിയാണ് എന്ന് ഉസ്താദ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഉസ്താദിനും ബാധകമാണ്. അപ്പോൾ ഉസ്താദുമാര് തലയിൽ തുണി ഇട്ടിരിക്കുന്നു, അത് ഉസ്താദുമാര് അവരുടെ തലയെ അപമാനിക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, ഉസ്താദിൻ്റെ വാക്കുകളെടുത്താണ് ഞാൻ പറഞ്ഞത്. അപ്പം 4-ാമത്തെ വാക്യം, അതായത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം ഉസ്താദിന് ബാധകമല്ല. 5-ാമത്തെ വാക്യമാണ് ഉസ്താദിന് ബാധകമാകുന്നത് എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം തെറ്റിദ്ധാരണയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ 5-ാമത്തെ വാക്യം അത് ഉസ്താദ് അംഗീകരിക്കുന്നു, മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നെങ്കിൽ 4-ാമത്തെ വാക്യവും അംഗീകരിക്കാൻ തയ്യാറാകണം. എന്താണ് എഴുതിയേക്കുന്നത്? മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു. അപ്പോൾ ബൈബിൾ എന്തു പറയുന്നു അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇസ്ലാം പ്രവർത്തിക്കുന്നത്. കാരണം ഒരു ഇസ്ലാമിന് നിസ്കാരം നടത്തണമെങ്കിൽ തലയെ തൊപ്പി വെക്കണം, തലയെ തുണിയിടണം. അപ്പം തുണി കൊണ്ടുണ്ടാക്കിയ തൊപ്പി തലയെ വെക്കണം. തലയെ തൊപ്പി വെക്കാതെ അവന് പ്രാർത്ഥിക്കത്തില്ല. അതേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 5-ാമത്തെ വാക്യം ഉസ്താദിന് ബാധകമാണെങ്കിൽ 4-ാമത്തെ വാക്യവും ഉസ്താദിന് ബാധകമായിരിക്കണം. എന്താ ചെയ്യുന്നത്? ഇനി അടുത്തതാണ് ഉസ്താദ് പറഞ്ഞ വാക്യം 6. സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്രിച്ച് കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. എപ്പോഴാണ്? പ്രാർത്ഥിക്കുമ്പോൾ. ഇതാണ് ഇവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിൽ മൂടുപടം, അതായത് തലയിൽ തുണിയിട്ട് വേണം പ്രാർത്ഥിക്കാനിരിക്കാൻ, അത് ക്രൈസ്തവർക്ക് കിട്ടേക്കുന്ന ഒരു നിർദ്ദേശമാണ്. എന്നാൽ ഈ തലയെ തുണിയിടുന്നപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത്. ഇതാണ് ഉസ്താദ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇനി അത് മാത്രമല്ല, പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകിയാൽ മൂടുപടം ഇടേണ്ടതില്ല. അപ്പോൾ 7-ാമത്തെ വാക്യം ഉസ്താദ് എങ്ങനെ കാണും? 7-ാമത്തെ വാക്യം കാണാൻ ഉസ്താദിന് കണ്ണില്ല. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയാണ്, തേജസ്സും ആകയാൽ അവൻ മൂടുപടം ഇടേണ്ടതില്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു വരുന്നത് അവർ തലമുടി തുണിയിട്ടിട്ടുണ്ട്, അത് അവർ ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു പ്രതിമയാണ് പുരുഷൻ എന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേദപുസ്തകം പറഞ്ഞു, നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? ആദാമിനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. ഇത് തിരിച്ചറിയണം. അപ്പോൾ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ആ പുരുഷനിൽ നിന്നാണ് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം. പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനം, സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു. കണ്ടോ? അപ്പോൾ ഈ ഉസ്താദ് നിങ്ങളെ എത്ര കൃത്യമായിട്ടാണ് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ അറിയാത്ത ഒരു സമൂഹമായ ഇസ്ലാമിൽ ബൈബിളിലെ ഒരു വാക്യം എടുത്തുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒറ്റ വാക്യം,
അതിന് മേളിൽ എഴുതിയേക്കുന്നതും വായിച്ചിട്ടില്ല, താഴെ എഴുതിയേക്കുന്നതും വായിച്ചിട്ടില്ല. അപ്പോൾ അത് കാണുകയില്ല. അപ്പോൾ ഇത് എന്താണ്? ബോധപൂർവം ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതാണ് ഈ മൂടുപടത്തെക്കുറിച്ച് പറയുന്നത്. മൂടുപടം ക്രൈസ്തവ സമൂഹത്തിലെ സ്ത്രീകൾ ഇടുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ പ്രവചിക്കുന്ന സമയത്താണ്. ഇനി നിങ്ങൾ പറയുന്നതായിട്ടുള്ള ഈ ശരീരം മൂടിയുള്ള ഒരു വസ്ത്രം, ഇത് വേദപുസ്തകം അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ അതിന് വാക്യമെടുത്തു തരാം. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖം കാണാതെ മുകള് തൊട്ട് താഴെ വരെ മൂടിയിരിക്കുന്ന ഒരു വസ്ത്രത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് അത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് ആരുടെ വസ്ത്രമാണ്? അത് ഉൽപ്പത്തി പുസ്തകം. ഇദ്ദേഹം ഈ ബൈബിൾ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനെ വിവരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം. ഞാൻ ആദ്യം പോലെ വായിച്ചാലേ നിങ്ങൾക്കത് വീണ്ടും. ഈ മനുഷ്യൻ്റെ മുഖം പോലും കാണാതെ, കണ്ണുപോലും കാണാതെ ഈ ശരീരം മുഴുവൻ മൂടിയ വസ്ത്രം അതാരുടെ വസ്ത്രമാണ് എന്ന് ഞാൻ നിങ്ങളെ ഈ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. ഇവിടെ ഇതേക്കാണ്. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, അക്കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്നു പേരുള്ള ഒരു അദുല്യാമിൻ്റെ അടുക്കൽ ചെന്നു. അതൊക്കെ ഞാൻ ചരിത്രം പറഞ്ഞു വരാം. യഹൂദ യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളാണ് യഹൂദ. യഹൂദ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിൽ 3 കുട്ടികളുണ്ടായി. അങ്ങനെ ഉണ്ടോ, അവൾ പ്രസവിച്ചൊരു മകനെ പ്രസവിച്ചു. അവന് ഏറെന്ന് പേരിട്ടു. ഞാൻ ഈ ചരിത്രം അങ്ങ് പറഞ്ഞുതരാം. അതായത് ഇനി യഹൂദ തൻ്റെ ആദ്യജാതനായ ഏറിന് താമാർ എന്നു പേരുള്ള ഒരു ഭാര്യയെ കൊടുത്തു. അപ്പോൾ താമാർ എന്ന് പേരുള്ള ഒരു സ്ത്രീയെ യഹൂദയുടെ മൂത്ത മകന് ഭാര്യയായിട്ട് കൊടുക്കുകയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ ഏർ മരണപ്പെട്ടു. അതുമാത്രമല്ല, അന്ന് ഒരു നിയമം ഉണ്ടായിരുന്നു. അതായത് ജ്യേഷ്ഠ സഹോദരൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മരണപ്പെട്ടാൽ തൻ്റെ ആ ഭാര്യയെ അനിയൻ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. എന്നാൽ ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തവൻ അനുജൻ, അതായത് യഹൂദയുടെ ആദ്യജാതനായ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തുകൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു. അപ്പോൾ യഹൂദ ഓനോട്, നിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളോട് ദേവരധർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠൻ്റെ പേർക്ക് സന്തതി ഉളവാക്കുക. അതായത് ജ്യേഷ്ഠൻ മരിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലണം അനിയൻ, എന്നിട്ട് സന്തതി ഉളവാക്കണം, എന്നിട്ട് അത് ജ്യേഷ്ഠൻ്റെ പേരിലായിരിക്കണം. ഇനി അടുത്തെന്താ സംഭവിച്ചത്? എന്നാൽ സന്തതി തൻ്റേതായിരിക്കില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് പ്രശ്നമായി. അവിടെ അദ്ദേഹവും മരിച്ചു. അപ്പോൾ യഹൂദ തൻ്റെ മകളോട് താമാറിനോട്, എൻ്റെ മകൻ ശേല പ്രാപ്തിയാകുവോളം നിൽക്കണം. അപ്പോൾ യഹൂദ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഇനി എൻ്റെ ഒരു മകനുണ്ട്, ആ മകൻ പ്രായം ആകുന്നവരെ, വിവാഹപ്രായമാകുന്നവരെ നീ കാത്തിരിക്കണം. പക്ഷെ അവൾ കാത്തിരുന്നു. പക്ഷെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു. ഈ മകൻ വളർന്നു കഴിഞ്ഞപ്പോൾ ഈ താമാറിന് ഭാര്യയായി കൊടുത്തില്ല. ഇതാ സംഭവം. പക്ഷേ ഇത് മനസ്സിലാക്കിയ താമാർ എന്ത് ചെയ്തു? വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദ്യവസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം പുതച്ച് തിമ്നയ്ക്ക് പോയി. പോകുന്ന വഴിയിലുള്ള എനയും പട്ടണത്തിൽ ഗോപുരത്തിൽ ഇരുന്നു. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരിക്കുന്നത് കൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു. കണ്ടോ? വാക്യം എത്ര ക്ലിയർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. വാക്യം 38-ാം അധ്യായം 15-ാം വാക്യം. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരിക്കുന്നത് കൊണ്ട് ഒരു വേശ്യ എന്ന് വിചാരിച്ചു. അതായത് മുഖം മുഴുവൻ മൂടി, ശരീരം മുഴുവൻ മൂടി. പൊതുവെ ആ പ്രദേശങ്ങളിൽ ഇരിക്കുന്നത് വേശ്യമാരായിരുന്നു. ഇഷ്ടമുള്ള പുരുഷൻ ഇങ്ങനെ വേശ്യമാരിങ്ങനെ നിരന്നിരിക്കുമ്പോൾ
ആ വേശ്യമാരുടെ അടുത്ത് എന്നിട്ട് അവരോട് സംസാരിക്കും. എന്നിട്ട് അവരുടെ മുഖം പൊക്കി നോക്കും, അല്ലെങ്കിൽ ആ മൂടുപടം പൊക്കി നോക്കും, ഈ മുഖം പൊക്കി നോക്കും. എന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ടാൽ ആ സ്ത്രീയെ കൊണ്ട് പോകും. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്നാ, ഈ മൂടുപടം പൊക്കി നോക്കിയില്ല. അപ്പോൾ ഒന്നുകൂടെ ഞാനത് എടുത്തു പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 15-ാം വാക്യത്തിൽ യഹൂദ, യാക്കോബിൻ്റെ മകനായ യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരിക്കുന്നത് കൊണ്ട് ഒരു വേശ്യ എന്ന് ചിന്തിച്ചു. അപ്പോൾ ഇവിടെ എത്ര കൃത്യമായിട്ടാണ് ശരീരം മുഴുവൻ മൂടി, മുഖമെല്ലാം മൂടി, പുറത്താരും കാണാത്ത രീതിയിലിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞെന്നേന് അവൻ വഴിയരികെ അവളുടെ അടുക്കൽ തിരിഞ്ഞ് തൻ്റെ മരുമകൾ എന്നറിയാതെ, വരിക, ഞാൻ നിൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചു. ഞാൻ ഒരാട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ടിൻ കുട്ടിയെ നിനക്ക് കൊടുത്തയക്കാം എന്ന് പറഞ്ഞു. നീ കൊടുത്തയക്കോളം ഒരു പണയം തരാമോ എന്ന് ചോദിച്ചു. എന്ത് പണയം തരണം എന്ന് അവൻ ചോദിച്ചതിന്, നിന്റെ മുദ്രാമോതിരവും മോതിര ചരടും നിന്റെ കയ്യിലെ വടിയും എന്ന് പറഞ്ഞു. അവ അവൾക്ക് കൊടുത്തു. അവൻ അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിക്കുകയും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. പിന്നെ അവൾ എഴുന്നേറ്റ് പോയി മൂടുപടം നീക്കി വൈദ്യവസ്ത്രം ധരിച്ചു. ഇതാണ് മുഖം മുഴുവൻ മൂടിയുള്ള മൂടുപടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം ഇത് എന്താണ്? ഇപ്പം ഈ ഉസ്താദിന് ഈ ബൈബിൾ അറിയാതെ അദ്ദേഹം ഈ എവിടെന്നോ കിട്ടിയ 1-2 വാക്യം എടുത്തു വെച്ചുകൊണ്ട് പുള്ളി വലിയ കത്തിച്ചു വിടാൻ വന്നു. പക്ഷെ സത്യത്തിൽ എന്താ ഈ ഉസ്താദ് എന്താണ്? അപ്പം അത് ഉസ്താദിനും ബാധകമാണ്. അതായത് 5-ാമത്തെ വാക്യം ഉസ്താദിനും ബാധകമാണെങ്കിൽ 4-ാമത്തെ വാക്യം ഉസ്താദിനും ബാധകമാണ്. ഇനി അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഉസ്താദിന്റെ അടുത്ത ഭാഗമാണ്, ശ്രദ്ധിക്കാം. ഉസ്താദ് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം ഇതാണ്, ആ കുട്ടി ഒരു തട്ടമുണ്ട് ഇട്ടോട്ടെ എന്നൊന്ന് വെക്കാൻ മേലെ? ഉസ്താദെ, അതല്ല അതിൻ്റെ അകത്തെ പ്രശ്നം. ഇതൊരു നിയമം എഴുതി വെച്ചിരിക്കുകയാണ്. ആ നിയമം ഞാൻ പൂർണ്ണമായി അംഗീകരിച്ചു കൊള്ളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉസ്താദെ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ അതിൻ്റെ രക്ഷകർത്താക്ക് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ മതപരമായ ഈ ചിഹ്നം ഉപയോഗിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ തലയിൽ തുണി ഇടാൻ പറ്റാത്ത ഒരു സ്കൂളിൽ ഞാൻ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുന്നില്ല? അതല്ലേ ഹീറോയിസം എന്ന് പറയുന്നത്, അല്ലേ? എൻ്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മതത്തിൻ്റെ ചിന്തകൾ എനിക്ക് പിന്തുടരണം, ഞാൻ ആ മതത്തിൻ്റെ ചിന്തകൾ മാത്രം പിന്തുടർന്നേ പോകുള്ളൂ എന്ന് ചിന്തിച്ചാൽ ഉസ്താദ് ചെയ്യേണ്ട, അല്ലെ അവർ ചെയ്യേണ്ട ന്യായമായ കാര്യം ഇത്രയേ ഉള്ളൂ, എൻ്റെ കുട്ടിയെ ഞാൻ ഇങ്ങനെയുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അതാണ് ഹീറോയിസം എന്ന് പറയുന്നത്. അല്ലാതെ നിയമമെല്ലാം പാലിച്ചോളാം എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞ 2 സൈസ് പരിപാടി കാണിക്കുന്നത് ശരിയായൊരു നടപടിയല്ല. ഇതൊക്കെ നാണം കെട്ട പരിപാടിയാണ്, മനസ്സിലായോ? അപ്പം അത് ഈ ബോധപൂർവ്വം ഇതിൻ്റെ അകത്ത് കയറി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഇതെല്ലാം അംഗീകരിച്ചിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് കയറി ഈ തോന്നിവാസം കാണിക്കുക എന്ന് പറഞ്ഞത് ശരിയാകണം. ഉസ്താദിന് എന്തെങ്കിലും ഒരു ഉളുപ്പും നാണം ഉണ്ടോ ഇത് പറയാനായിട്ട്? പച്ച മലയാളത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഉസ്താദിന് എന്തെങ്കിലും ഒരു ഉളുപ്പും നാണം ഉണ്ടോ ഇതിൻ്റെ അകത്ത് പറയാൻ? നിങ്ങൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താണ്? ഇനി അടുത്തത്, ക്രിസ്ത്യാനിക്ക് എന്ത് ഹലാലല്ല? പന്നിയിറച്ചി ഹലാലല്ല. അപ്പൊ ഇവര് ഇസ്ലാം മതം മേടിപ്പത്തല ഇരിക്കട്ടെ, നീ പോയി കള്ളു കുടിക്കുന്ന നമ്മളോട് പറഞ്ഞാൽ നമ്മളത് കേൾക്കൂല. അത് അവര് ചെയ്യുന്ന പണിയാ. മതമൊക്കെ അവിടെ എവിടെയെങ്കിലും. ഇനി ഉസ്താദ് പറയുന്ന മറ്റൊരു കാര്യമാണ് പന്നിയിറച്ചി കഴിക്കാൻ മേല. അപ്പോൾ ക്രിസ്ത്യാനികൾ പന്നിയിറച്ചി കഴിക്കും. ഈ ഉസ്താദിന് അറിയത്തില്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ലോകത്തിൽ നിങ്ങൾ ആദ്യം, ഇപ്പം ഇദ്ദേഹം പറഞ്ഞു ചാറ്റ് GPT സെർച്ച് ചെയ്യണം, ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുമെന്ന് ചോദിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന മാംസം എന്ന് പറയുന്നത് പന്നിയിറച്ചിയാണ്. പോത്തിറച്ചിയെക്കാളും മറ്റേ ഇറച്ചിയെക്കാളും പന്നിയിറച്ചിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് പന്നിയിറച്ചിയാണ്. അപ്പോൾ ഉസ്താദ് പറയുന്നത് പന്നിയിറച്ചി ക്രിസ്ത്യാനികൾക്ക് കഴിക്കത്തില്ല. ഇതെവിടുന്നാണ് ഈ ഉസ്താദിന് നിയമം കിട്ടിയത്? ഉസ്താദെ, ബൈബിൾ പഠിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ പഠിക്കാൻ തയ്യാറാകുക. അതായത് പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പഴയ നിയമം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് മോശയുടെ ന്യായപ്രമാണമാണ്.
ഇനി അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ് പന്നിയിറച്ചി കഴിക്കരുത്. ഇനി ഉസ്താദിന് ഈ പന്നിയിറച്ചി മാത്രമേ ഇഷ്ടമല്ലാത്തുള്ളൂ. എന്തൊക്കെ ഇറച്ചി കഴിക്കാം, ബൈബിൾ എന്താ പറയുന്നത്? ഞാൻ അതൊന്ന് നിങ്ങളൊന്ന് എടുത്ത് കാണിക്കാം. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ഞാൻ വായിക്കാം. 2-ാമത്തെ വാക്യം പോലും, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാവുന്നവയാണിവ. തിന്നാവുന്ന മൃഗങ്ങൾ ഇവ. മൃഗത്തിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലേവ്യ പുസ്തകം 11-ാം അധ്യായം. ഇനി അടുത്തത്, എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾക്ക് തിന്നരുതാത്തവ ഇവ. കണ്ടോ? നിങ്ങൾക്ക് തിന്നാൻ കൊള്ളുകയല്ലാത്ത ഭക്ഷണത്തിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഒട്ടകമാണ്. അപ്പോൾ പന്നിയിറച്ചി ഞങ്ങൾക്ക് ഹറാമാണ്. അത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, പന്നിയിറച്ചി കഴിക്കരുത്. ബൈബിളിൽ പന്നിയിറച്ചി കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാരണം ഞങ്ങൾ പന്നിയിറച്ചി കഴിക്കുന്നില്ല, ഉസ്താദ് പറയാം. എന്നാൽ ഒന്നാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒട്ടകത്തെ തിന്നരുതെന്നാണ് എഴുതിയേക്കുന്നത്. അല്ലേ? നിങ്ങൾ നോക്കിക്കേ, ലേവ്യ പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം എന്താണ്? അതായത്, എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾക്ക് തിന്നരുതാത്തവ ഇവ. ഏതാണ്? ഒട്ടകം. അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നിട്ടില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. ഉസ്താദെ, പന്നിയിറച്ചി മാത്രമല്ല ഒട്ടകത്തിൻ്റെ ഇറച്ചിയും തിന്നാൻ പാടില്ല. അപ്പോൾ പന്നിയിറച്ചി തിന്നാൻ പാടില്ല എന്ന് ഉസ്താദ് പറയുമ്പോൾ ഉസ്താദ് ഒട്ടകത്തിൻ്റെ ഇറച്ചി അടിച്ചു കയറ്റും. ഒരൊട്ടകത്തെ തന്നെ പുഴുങ്ങി തിന്നുന്നത് ഇപ്പോൾ പലപ്പോഴും ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരൊട്ടകത്തെ എടുത്ത് വെച്ച് അതിനെ തൊലിയെല്ലാം പൊളിച്ച് അതിൻ്റെ വയറെല്ലാം ത്തിലുള്ള സാധനമെല്ലാം പെറുക്കി കളഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യും? അതിനെ കീറി പറിച്ച് അല്ലെങ്കിൽ അതിനെ ഇട്ട് ചെമ്പിൻ്റെ അകത്തിട്ട് വേവിച്ച് അതിങ്ങനെ നടുക്കൊണ്ട് നിരത്തി വെച്ചിട്ട് ഇങ്ങനെ കുറേ പേരിങ്ങനെ വട്ടത്തിരുന്ന് വലിച്ചു പറിച്ച് അളിച്ചു പറിച്ച് തിന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഒട്ടകമുണ്ട്. ഇനി അടുത്ത് കുഴിമുയലിനെ തിന്നാൻ പറ്റത്തില്ല. മുയലിറച്ചി തിന്നുമോ? ഇവിടെ കുഴിമുയൽ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം. അടുത്തത് മുയലിനെ തിന്നാൻ പറ്റിയല്ല. അടുത്തതാണ് 7-ാം വാക്യത്തിൽ. അപ്പോൾ എത്ര മൃഗങ്ങൾ പറഞ്ഞു? ഒട്ടകത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു, കുഴിമുയലിനെ കുറിച്ച് പറഞ്ഞു, മുയലിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പറഞ്ഞിരിക്കുന്ന പന്നിയാണ്. കുളമ്പ് പിളർന്നിരിക്കുന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നു എങ്കിലും അയവിറക്കുന്നതല്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് പന്നിയിറച്ചി കഴിക്കരുത്. പന്നിയിറച്ചി മാത്രമല്ല, ഒട്ടകത്തിൻ്റെ ഇറച്ചി തിന്നാൻ പാടില്ല, കുഴിമുയലിൻ്റെ ഇറച്ചി തിന്നാൻ പാടില്ല, മുയലിൻ്റെ ഇറച്ചി തിന്നാൻ പാടില്ല. ഇനി അടുത്തത് അത് മാത്രം. ഇനി അടുത്തത്, ഇനി നദിയിലുള്ളത് ഏതൊക്കെ കഴിക്കരുത്? ഇനി അടുത്തത്, വെള്ളത്തിലുള്ള എല്ലാറ്റിലും വെച്ച് നിങ്ങൾക്ക് തിന്നാവുന്നവ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലും ഉള്ളതൊക്കെ നിങ്ങൾക്ക് തിന്നാം. ചിറകും ചെതുമ്പലും ഇല്ലാത്തതിന് തിന്നാൻ പറ്റത്തില്ല. കണ്ടോ? ഇനി അത് മാത്രമല്ല, താഴേക്ക് പക്ഷികളിൽ നിങ്ങൾക്ക് അറപ്പായിരിക്കേണ്ടുന്നവ ഇവ തിന്നരുത്. അവ അറപ്പാകുന്നു. കഴുകനെ തിന്നരുത്. പരുന്ത്, ചെമ്പരുന്ത്, കടൽ റാഞ്ചൽ, അതാത് തരം പരുന്ത്, അതാത് തരം കാക്ക, ഒട്ടാപക്ഷി, പുള്ള്, കടൽ കാക്ക, അതാത് വിധം പ്രാപ്പിടിയൻ, നത്ത്, നീർക്കാക്ക, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കുടുംബച്ചാത്തൻ, പെരിഞ്ഞാറ, അതാത് വിധം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ ഇവയൊന്നും തിന്നാൻ പാടില്ല. ഇനി അടുത്തത് ഇഴജാതികൾ. കണ്ടോ? നിലത്തിഴയുന്ന ഇഴയാദികൾ നിങ്ങൾക്ക് അശുദ്ധമാണ്. പെരിച്ചാഴി, എലി, അതാത് വിധം ഉടുമ്പ്, അളുങ്ക്, ഓമ്പ്, പല്ലി, അരണ, തുരവൻ ഇതൊന്നും തിന്നാൻ പാടില്ല. അപ്പൊ ഈ ഉസ്താദിന്റെ കണ്ണിൽ ഈ പന്നി മാത്രമേ പെട്ടുള്ളൂ. എന്താണ് ഇവർക്ക് ഈ പന്നിയോട് ഇത്ര വൈരാഗ്യം? അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഈ ഉസ്താദിനും അല്ലെ ഇവർക്ക് ഈ പന്നി എന്താണ് ഇഷ്ടമല്ലാത്തത്? അപ്പൊ ഇതെല്ലാം പറഞ്ഞുണ്ട്. അപ്പൊ അടുത്ത ചോദിക്കും, ഇത് തിന്നാവോ? അതിനും മറുപടി പറയാം. അതാ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, ബൈബിളിൽ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും 2 പുസ്തകമുണ്ട്.
അപ്പോൾ ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഉസ്താദ് ഒന്ന് കേൾക്കണം. ചുമ്മാ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ, അതായത് അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. 15-ാം അധ്യായം 1-ാം വാക്യം. ആശയം മനസ്സിലാക്കണമെങ്കിൽ 1-ാം വാക്യം മുതൽ ചിന്തിക്കണം. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശയുടെ കൽപ്പന ആചരിച്ച് പരിച്ഛേദന ഏൽക്കണം എന്ന് നിർബന്ധിച്ചു. പരിച്ഛേദന സുന്നത്ത് ചെയ്യണം, ലിംഗത്തിൻ്റെ അഗ്രം കണ്ടിച്ച് കളയണം. അതായത് ലിംഗത്തിൻ്റെ അഗ്രത്തുള്ള ആ ചർമ്മം, തൊലി, അത് കണ്ടിച്ച് കളയണം. ഇതാവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസും ബർണബാസുമായി വലിയ തർക്കമുണ്ടായി. പക്ഷേ എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞിട്ട് അതൊരു വലിയ ചർച്ചയായി, ഒരു വിഷയമായി. അപ്പം ഈ സുന്നത്തിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല, അത് പിന്നീട് പറയാം. ഇവിടെ ജാതികളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് ഉണ്ടോ? ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിക്കണം എന്ന് നാം എഴുതണം. ഇനി വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത് 28-ാം വാക്യം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്ന ആവശ്യമെന്നല്ലാതെ അധികമായ ഒരു ഭാരവും ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. ഞങ്ങൾ അത് മാത്രമല്ല, ഇവ ഇനി വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ക്രൈസ്തവ വിശ്വാസം നിങ്ങൾ കൃത്യമാണ്. ഏത് ജാതിയിൽ നിന്നോ അവരുടെ ഒരു സംസ്കാര രീതിയിൽ നിന്നോ അവർ വരുന്നതിൻ്റെ അവരുടെ ട്രഡീഷനെ അത് ഉന്മൂലനം ചെയ്ത് കളയുക എന്നൊരു സമീപനം ഇല്ല. അടുത്തത് പൗലോസ് തന്നെ എഴുതുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ്? നിങ്ങളെ ഒരാൾ ഭക്ഷണത്തിന് വിളിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തും കഴിപ്പി, സ്തോത്രം ചെയ്ത് കഴിച്ചാൽ എല്ലാം ശുദ്ധം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ആശയം. അല്ലാതെ പന്നി തിന്നരുത്, ഒട്ടകത്തെ തിന്നരുത്, നരിച്ചീർണ തിന്നരുത് എന്നുള്ളതല്ല. മനസ്സിലായോ? ഇത് ആർക്ക് കൊടുത്താണ്? യഹൂദന് കൊടുത്തിട്ടുള്ള നിയമമാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അപ്പോൾ ഉസ്താദിന് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഉസ്താദ് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ സൗകര്യം പോലെ ജീവിക്കുമെന്ന് മുസ്ലിങ്ങൾക്ക് അതിന് പറ്റില്ല. അവർക്ക് തട്ടയിടാൻ പറഞ്ഞാൽ തട്ടയിടണം. ഇവരുടെ മതം പറയുന്നത് അല്ല അവർ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. എല്ലാ ക്രിസ്ത്യാനിയല്ല ഞാൻ പറഞ്ഞത്, കുറച്ചാളുകൾ ഇത്തരത്തിലുള്ള വിഷം. അതായത് ഉസ്താദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മുസ്ലിമിന് ക്രിസ്ത്യാനിയോടുള്ള വൈരാഗ്യം തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. അത് മുഹമ്മദ് നബിയുടെ കാലം മുതലേ ഉള്ളതാണ്. ഒരു കാലഘട്ടങ്ങളിൽ ഒരു വധഭീഷണി നേരിട്ട മുഹമ്മദിന് രക്ഷകനായി വന്നത് ഒരു ക്രിസ്തീയ സമൂഹമാണ്. അപ്പോൾ അതിൻ്റെ പോലും ഒരു മാന്യത കൽപ്പിക്കാതെ 6-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ സമൂഹത്തോട് ഇത്രയും വൈരാഗ്യം വെച്ച് പുലർത്തുന്ന മറ്റൊരു സമൂഹമില്ല. ഉസ്താദെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുമ്പോഴും നിങ്ങൾ ഞങ്ങളുടെ ശത്രുവാണ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാം. അപ്പോൾ ഉസ്താദ് ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ക്രൈസ്തവ സമൂഹത്തെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വർഗസ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയെ സ്നേഹിക്കാൻ കഴിയില്ല മനസ്സുകൊണ്ട്. പുറമെ നിങ്ങൾ വേഷം കെട്ടു, നിങ്ങൾ അഭിനയിച്ച് കാണിക്കും. ഇത് ഞങ്ങൾക്ക് ഓരോ ക്രിസ്ത്യാനിക്കും അറിയാം. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് എന്തിനാണ് വന്നിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഞാൻ പല ഇസ്ലാമിനോട് സംസാരിച്ചിട്ടുണ്ട്, പലരോടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തമായൊരു കാര്യം, ഒരു ക്രൈസ്തവ വ്യക്തിയെ, ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെറുപ്പം മുതൽ യഹൂദനും ക്രൈസ്തവനും അവൻ്റെ ശത്രുവാണ് എന്ന് പറഞ്ഞാണ് അവനെ വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ഞങ്ങൾക്കറിയാം. ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരോട് താല്പര്യമില്ല എന്നറിയാം. അത് നിങ്ങളുടെ ഈ ആലുവയിലെ ഇമാം തന്നെ അത് കഴിഞ്ഞ ദിവസം പ്രസിദ്ധപ്പെടുത്തി.
ഒരു ക്രിസ്ത്യാനിയെയോ ഒരു യഹൂദനെയോ നമ്മൾ സ്നേഹിക്കരുത് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. പക്ഷെ ഞങ്ങൾ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച ശത്രുവിനെ സ്നേഹിക്കണം എന്നുള്ള തത്വത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ശത്രുവാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അത് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടും നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾ ഞങ്ങൾക്ക് എന്നും ശത്രുവാണെന്നറിയാം. എന്നിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളോടൊപ്പം ഇരിക്കുന്നതും നിങ്ങൾ വിളിക്കുന്ന ഫംഗ്ഷന് വരുന്നതും നിങ്ങളോടൊന്നിച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതും ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച മാതൃകയാണ്. മുഹമ്മദ് പഠിപ്പിച്ച വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും ശത്രുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ വചനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ വെറുക്കാത്തത്. താങ്കൾക്കറിയാമോ, മാർപ്പാപ്പ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് സ്നേഹം മൂത്ത് മുസ്ലിങ്ങളെ വിളിച്ച് വത്തിക്കാനിലെ ലൈബ്രറിയിൽ പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നു. കാലം അതിനെ രേഖപ്പെടുത്തും. ലിയോ 14 മാർപ്പാപ്പ ലോകത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു മുസ്ലിം സമൂഹത്തെ വിളിച്ച് ഈ വത്തിക്കാനിലെ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ ലൈബ്രറിയിൽ അവർക്ക് നിസ്കരിക്കാൻ ഒരു മുറി കൊടുത്തത് എന്നുള്ളത് കാലം രേഖപ്പെടുത്തും. ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്ന് രേഖപ്പെടുത്തും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മറ്റുള്ള മതങ്ങളോടുള്ള ആ ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടും. നൈജീരിയയിൽ ക്രൈസ്തവ സമൂഹത്തെ കൂട്ടക്കൊല ചെയ്യുന്നത് കണ്ടിട്ടും നിങ്ങളെ വിളിച്ച് അതാണ് ക്രൈസ്തവത. ക്രൈസ്തവ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഏതാണ്? മുന്നിരുന്ന മാർപ്പാപ്പയും അത് തന്നെയാണ് ചെയ്തത്, സ്നേഹം. പക്ഷെ അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു എന്ന് കാലം രേഖപ്പെടുത്തും. കാരണം അവിടെ അധികം താമസിക്കാതെ ഇവന്മാർ കൊണ്ടുപോയി ബോംബ് പൊട്ടിക്കും. അൾത്താരിൽ കയറി മൂത്രം ഒഴിച്ചു. ഇനി ആ മൂത്രമൊഴിച്ച വിഭാഗത്തിൽപ്പെട്ടവനെ തന്നെ വിളിച്ചവിടെ പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏത് സമയത്താണ് ഇനി വത്തിക്കാന് നേരെയുള്ള ഭീഷണി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ക്രൈസ്തവത അതാണ്, സ്നേഹം. നിങ്ങളെപ്പോലെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പഠനമല്ല ക്രൈസ്തവ സമൂഹം. ഒരു ക്രിസ്തീയ കുട്ടി അവൻ എന്താണ് സൺഡേ സ്കൂളിൽ പഠിക്കുന്നത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ അല്ല, മറിച്ച് സ്നേഹമാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെയും നിങ്ങൾ ഞങ്ങളുടെ ശത്രുവാണ് എന്ന് മനസ്സിലായിട്ടും നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഒറ്റ വാക്കും കൂടി അത് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോവുക. എന്ത് ഇവർക്ക് കൈ വിഷമം? ഒരു പുള്ള തട്ടിട്ട് വന്നാണോ പ്രശ്നം? ഇവരാണോ പ്രശ്നക്കാർ? ഇവരേതോ കുരുട്ടു ബുദ്ധിയുടെ ചട്ടുകങ്ങളായി പോയതല്ലേ? ഇസ്ലാം മതം വളർന്നു വരുന്നത് കാണാൻ മക്കൾ ശ്രദ്ധിച്ചോളണം. വളർന്നു വരുന്നത് കാണാൻ അവർക്ക് വല്ലാത്തൊരു ബേജാറ്. അത് സമ്മതിക്കാൻ പറ്റില്ല. ആരെയിലാണല്ലടാ മറ്റേ സുനാബി, എന്താടാ അതിന്റെ പേര്? ഉസ്താദ് പറയുന്നത് ഇസ്ലാം വളർന്നു വരുന്നത് കാണാൻ ഇവർക്ക് അസൂയാണ്. ഒരു തട്ടമിട്ടതിൻ്റെ പേരിലാണ്, ഒരു തട്ടത്തിൻ്റെ പ്രശ്നത്തിലാണ് ഇത്രയും വലിച്ചു നീട്ടി വെച്ചേക്കുന്നത്. സുഹൃത്തെ, ഇസ്ലാം വളർന്നതിന് ഇവിടെ ഒരു ക്രിസ്ത്യാനിക്ക് എതിർപ്പില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മാർപ്പാപ്പ പോലും വത്തിക്കാനിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ സൗകര്യം ഒരുക്കി തന്നു. നിങ്ങളുടെ ഒരു മോസ്കിൽ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ അവസരം ഒരുക്കി കൊടുക്കുമോ? നിങ്ങളുടെ മോസ്കിൻ്റെ അകത്ത് കത്തോലിക്ക സഭയുടെ ഒരു ഐക്കൺ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഒരു അവസരം കൊടുക്കും? വെല്ലുവിളിച്ച് ഞാൻ ചോദിക്കുകയാണ് ഈ ഉസ്താദിനോട്, നിങ്ങൾ കൊടുക്കില്ല. നിങ്ങളുടെ വീട്ടിൽ കൊടുക്കില്ല നിങ്ങൾ ഒരു ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം. നിങ്ങളുടെ മതം വളരുന്നതിന് ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ നിങ്ങളുടെ മതം എങ്ങനെയാണ് വളരുന്നത്? അത് വളരുന്നത് എങ്ങനെയാ? ജനം മുഴുവൻ നിങ്ങളുടെ കൂടെ കൂടില്ല. നിങ്ങൾ പറഞ്ഞു യൂട്യൂബിൽ ഇതിലടിച്ചു നോക്കി ഏറ്റവും സ്പീഡിൽ വളരുന്ന മതം എന്താ കാരണം? പോപ്പുലേഷൻ വർധനമാണ്. മലപ്പുറത്ത് 44 ലക്ഷം ജനമുണ്ട്. എങ്ങനെ ഉണ്ടായത്? അത് നിങ്ങൾക്ക് എത്ര വിവാഹം വേണേലും കഴിക്കാം. ആവറേജ് ഒരാൾക്ക് 4 വിവാഹം വരെ കഴിക്കാം. പിന്നെ 4-ൽ കൂടുതലുള്ളവരുമുണ്ട്. ഒരു സ്ത്രീയിൽ ഒരു 4 കുട്ടികളെ വെച്ചാൽ 4 16. ഒരു ആൾക്കുള്ള കുട്ടികളാണ് 16 എണ്ണം. അങ്ങനെ ഓരോ മുസ്ലിം കുടുംബത്തിലെയും കുട്ടികളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പിന്നെ പോപ്പുലേഷൻ വർദ്ധിക്കില്ലേ? താങ്കൾ എന്താ പറഞ്ഞ? ഞങ്ങൾക്ക് ആരോടും വിരോധം ഉണ്ടായിട്ടല്ല. ഇദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തുന്നത്
നമ്മൾ 1, 2, 3 കെട്ടിയായാലും ഈ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ എന്ത് പോപ്പുലേഷൻ വർദ്ധിച്ചെന്ന് പറയണ്ട? 57 രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ നോക്കിയിട്ട് നിങ്ങൾക്കൊരു ഇസ്രായേലിൻ്റെ ഒരു രോമത്തെ തൊടാൻ നിങ്ങൾക്ക് പറ്റിയോ? നിങ്ങളിങ്ങനെ പെറ്റുകൂട്ടി ഒരുപാട് കുട്ടികളുണ്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഈ ലോകത്തിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ ജനസംഖ്യ എന്ന് പറഞ്ഞത്. 57 മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇസ്രായേലിനെതിരെ തിരിഞ്ഞു. എന്നിട്ട് 1 കോടിയിൽ താഴെ ഉള്ള ഒരു യഹൂദന് നേരെ ഒരു ചെറുവിരൽ അടക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടായോ? ഇപ്പം ഇറാൻ കൊണ്ട് തട്ടും, അല്ലെങ്കിൽ മറ്റവർ കൊണ്ട് സൗദി അറേബ്യ കൊണ്ട് പൊട്ടിക്കുന്നുള്ളൂ. ഒരുത്തനെങ്കിലും സാധിച്ചോ? ഇറാൻ്റെ സകല സംഭവങ്ങളെ അടിച്ച് നിരത്തി കളഞ്ഞില്ലേ? നിങ്ങൾ എന്താ ഈ വർഗീയത പറയുന്നത്? നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എവിടെയെങ്കിലും ഇപ്പം പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത നൈജീരിയയിലുള്ള ക്രൈസ്തവ സമൂഹത്തെ കൂട്ടക്കൊല ചെയ്യുന്ന കണ്ടിട്ടാണോ നിങ്ങൾക്ക് ഇത്രയും വിളക്കം? അത് പ്രതികരിക്കാൻ കഴിവില്ലാത്ത ഒരു സമൂഹത്തെ കൊല്ലുക. അപ്പം നാട്ടിലുള്ള ആളെ ഒരു 20 പേര് ചേർന്ന് വന്ന് വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുക, അതാണോ ഹീറോയിസം? എന്താണ്? അതൊന്നും ഒരു ഹീറോയിസം അല്ല. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ട് ഇസ്രായേലോട് യുദ്ധം ചെയ്യുക. നിങ്ങൾക്ക് ചങ്കൂറ്റമില്ലല്ലോ. 6 അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് ഇസ്രായേലിൻ്റെ രോമത്തെ തൊടാൻ നിങ്ങൾക്ക് പറ്റിയോ? പറ്റിയില്ല. എന്നിട്ട് നിങ്ങളിങ്ങനെ ഒരുപാട് വളർന്ന് ഞങ്ങൾ ലോകത്തിൽ വലിയ പോപ്പുലേഷനായി ഞങ്ങൾക്ക് 2050 ആകുമ്പോഴത്തേക്കും പോപ്പുലേഷൻ ഞങ്ങൾ 1-ാം നമ്പർ ആകും എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം? ഈ 57 എത്ര ബില്യൺ ആളുകളുണ്ട്? ഏതാണ്ട് ഒരു 200 കോടി മുസ്ലിങ്ങളില്ലേ അല്ലേ? ഈ 200 കോടി മുസ്ലിങ്ങൾ ചേർന്ന് നോക്കിയിട്ട് ഇസ്രായേലിൻ്റെ ഒരു രോമത്തെ തൊടാൻ പറ്റിയോ? 57 മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് നോക്കിയിട്ട് നടന്നോ? ഇല്ല. പിന്നെ നിങ്ങൾ ഒരുപാട് ആളുകളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇതിലൊന്നും ഒരു കാര്യമില്ല. ഒരാളെ ഉള്ളെങ്കിലും അത് കഴിവുള്ളവനായിരിക്കണം. അപ്പം ഞാൻ ഈ ഉസ്താദിന് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മറുപടി പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും ശത്രുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന, അതായത് ഇസ്ലാമിനെ പോലെയല്ല. പേരിൽ മാത്രമേ ഉള്ളൂ സമാധാനം, അതല്ല ഇവിടെ. അത് ആദ്യ ഉസ്താദാണ്. അപ്പോൾ അതുകൊണ്ട് ഹിജാബ് വിവാദം നിങ്ങൾ കത്തിക്കുന്നത് എന്തിനാണെന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ തകർക്കാൻ. ലോകത്തിൽ ഒരു സ്ഥലത്തും നിലനിൽപ്പില്ലാതെ വന്ന് കേരളത്തെ പിടിച്ചടക്കാം, കേരളം ഒരു ഇസ്ലാമിക് രാജ്യമാക്കി മാറ്റാം എന്ന ചിന്തയോടുകൂടി ബോധപൂർവം ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളുടെ 2 കുട്ടികളിവിടെ പഠിച്ചിരുന്നോർത്ത് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. ഞങ്ങളും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് പല മേഖല നിങ്ങളുടെ കടയിൽ നിന്ന് സാധനം മേടിക്കാൻ വരും. മലബാർ ഗോൾഡ്, നോർത്ത് ഇന്ത്യയിൽ ആളുകൾ തീരുമാനിച്ചു മലബാർ ഗോൾഡിൽ നിന്ന് സാധനം മേടിക്കുന്നില്ല. ഇത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു ഹിന്ദു ക്രിസ്ത്യാനിയോടും മിണ്ടാൻ മേല, ക്രിസ്ത്യാനി ഹിന്ദുവിനോടും മിണ്ടാൻ മേല, മുസ്ലിമിനോടും മിണ്ടാൻ മേല എന്ന് പറയുന്ന ഈ സമീപനത്തിലേക്ക് വരുന്നത് ഇത് ശരിയായൊരു നടപടിയല്ല. ഇതുകൊണ്ട് ഒരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് വർഗീയത സൃഷ്ടിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്കൂളിൻ്റെ നിയമം, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ വെച്ചിരിക്കുന്ന ഒരു നിയമം പാലിക്കണം. അതാണ് ഒരു സ്കൂളിൻ്റെ നിയമം എന്ന് പറയുന്നത്. ഇത് ഒരു ചെറിയ പ്രശ്നത്തെ ഊതി വീർപ്പിച്ച് ഇത്രയും വലിയൊരു പ്രശ്നമാക്കി ഈ കണ്ട ഇവരെല്ലാം കൂടെ കിടന്ന് വീഡിയോ എല്ലാം ചെയ്ത് വലിയൊരു പ്രശ്നമാക്കുമ്പോൾ ഇത് ക്രൈസ്തവ സമൂഹത്തെ ബോധപൂർവം തകർക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയായിട്ട് നിങ്ങൾ അവരുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല പ്രതികരിക്കാൻ ശക്തിയുള്ളൂ, ഞങ്ങൾക്കും പ്രതികരിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് നേരെ വരുന്ന ഏത് വെല്ലുവിളികളെയും എതിർക്കുവാൻ, അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ക്രിസ്ത്യാനിക്ക് കഴിയണം. അപ്പോൾ ഉസ്താദ് കാര്യം മനസ്സിലാക്കണം. ഇതാണ് ഹിജാബുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, പന്നിയിറച്ചി തിന്നുന്നതുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ശരീരം മൂടി അല്ലെങ്കിൽ മുഖം മുഴുവൻ മൂടി വസ്ത്രം ധരിച്ചതിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞേക്കുന്നത് എന്താണ് ഞാൻ കൃത്യമായിട്ട് ഉസ്താദിനോട് പറഞ്ഞു. ഇനി ഉസ്താദിൻ്റെ അടുത്ത വീഡിയോ വരട്ടെ, അന്നേരം അതിൻ്റെ ബാക്കി ഇതിനുമായി ബന്ധപ്പെട്ട് മറുപടി പറയാം.